ഹലോ, ഹൗ ടു ഗ്രോ ഇൻ യൂട്യൂബ്. ഒരുവിധം എല്ലാവരും സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കാണിത്, എങ്ങനെ യൂട്യൂബിൽ വളരാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി എഫക്റ്റീവ് ആണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് വീഡിയോ. യൂട്യൂബ് എന്നത് വൺ ഓഫ് ദി വേൾഡസ്റ്റ് പോപ്പുലർ സെർച്ച് എഞ്ചിനാണ് ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കൂടിയാണ്. എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വളർന്നു വരണം എന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ ഒരുപാട് കോമ്പറ്റീഷനുള്ള പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്താലേ ഗ്രോ ചെയ്യാൻ പറ്റൂ. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ സ്മാർട്ടായി വർക്ക് ചെയ്താൽ നമുക്ക് എളുപ്പവും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളൂ. ടിപ്പ് നമ്പർ 1, ഫസ്റ്റ് യു സ്റ്റാർട്ട് ദ ചാനൽ. ഇപ്പോൾ ഇത് കാണുന്ന എത്ര പേർക്ക് യൂട്യൂബ് ചാനലുണ്ട്? ഒരു യൂട്യൂബ് ചാനൽ ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ വീഡിയോസ് അപ്ലോഡ് ആകാതെ എങ്ങനെ നിങ്ങൾക്ക് ഗ്രോ ആവാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ആദ്യം വേണ്ടത് ഒരു ചാനൽ തന്നെയാണ്. നാളെയോ മറ്റന്നാളോ അല്ല, അങ്ങനെ പറഞ്ഞ് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ അതിനായി തയ്യാറെടുക്കും. ഇതൊരു റെസ്പോൺസിബിലിറ്റിയായി കണ്ട് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ, അപ്പോൾ അതിന് വലിയ ഹൈ ക്വാളിറ്റി കണ്ടൻ്റ് ഒന്നും വേണമെന്നില്ല. ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ആദ്യം ഞാനിട്ട ലോങ് വീഡിയോ എന്ന് പറയുന്നത് പക്ക ലോക്കലാണ്. എന്ന് വെച്ച് ഇപ്പം ഞാനിടുന്നതെല്ലാം തികഞ്ഞു എന്നല്ല ഞാൻ പറയണത്. ബട്ട് എനിക്ക് ആ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അച്ചീവ് ചെയ്യണമെന്ന് തോന്നലുണ്ടായിരുന്നു. നമ്മളിടുന്ന വീഡിയോസ് ആരെങ്കിലും കണ്ടാൽ കളിയാക്കുമോ എന്നൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ബട്ട് അതിനെ ഞാൻ അങ്ങോട്ടൊരു സൈഡിലേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സോ ഫസ്റ്റ് യു സ്റ്റാർട്ട് ദി ചാനൽ. അതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഫൈൻഡ് എ മെൻറ്റർ. നല്ലൊരു മെൻറ്ററിനെ കണ്ടുപിടിക്കുക, അതായത് ഒരു റോൾ മോഡൽ. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീഡിയോസ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്ന തോന്നൽ വരും. എന്ന് വെച്ചാൽ ഐഡിയാസ് വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ആ ഐഡിയാസ് ഓൾറെഡി ഏതെങ്കിലും യൂട്യൂബർ ചെയ്തിട്ട് സക്സസ് ആയ ചാനൽസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അവരെ റോൾ മോഡലാക്കാം. നിങ്ങളുടെ ഐഡിയാസായി കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ചാനൽസ്. ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടും. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളെ ആരും മോട്ടിവേറ്റ് ചെയ്യാനില്ലെങ്കിൽ കൂടിയും തന്നെ നിങ്ങൾ കണ്ടെത്തിയ ആ ഒരു ചാനൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യും. സോ ഫൈൻഡ് യുവർ റോൾ മോഡൽസ്. ടിപ്പ് നമ്പർ 3, വിഷ്വലൈസേഷൻ. ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. നമ്മളോട് ചെറുപ്പത്തിൽ ടീച്ചേഴ്സ് അംബീഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ, ഡോക്ടർ ആവണം, ടീച്ചർ ആവണം, അങ്ങനെ പലതും പറയും. അത് തന്നെയാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കണം. അത് റിയലായി നമ്മുടെ ലൈഫിൽ നടക്കുന്നത് പോലെ നമ്മൾ എപ്പോഴും കാണണം. നമുക്ക് ആ ഒരു ഹാപ്പിനെസ് എപ്പോഴാണെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് നടക്കും. ഒപ്പം അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ പറ്റും. അപ്പോൾ അതാണ് തേർഡ് ടിപ്പ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചാനലുണ്ടെങ്കിൽ ആ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്, 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്, അതിൽ കൂടുതലൊക്കെ നിങ്ങൾ സ്വപ്നം കാണൂ. ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ. അപ്പോൾ അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വിഷ്വലൈസേഷൻ. ഇനി ടിപ്പ് നമ്പർ 4, കൺസിസ്റ്റൻസി. ഈ ഒരു വാക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു കാര്യത്തിലും. ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ട് തൊട്ടടുത്ത ഡേ അപ്ലോഡ് ആക്കാതെ ഇരിക്കരുത്. നമ്മൾ എപ്പോഴും നമ്മളുടെ ഓഡിയൻസിനെ റെസ്പെക്റ്റ് കൊടുക്കണം. എന്ന് മുതൽ ഈ കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുന്നു, അന്ന് മുതൽ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യും. സോ ഈ പറഞ്ഞിട്ടുള്ള ചെറിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ റീച്ച് ആക്കാൻ പറ്റും. നല്ലൊരു റീച്ച് നിങ്ങളുടെ ചാനലിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.